നമ്മുടെ കേരളത്തിലെ റിയാലിറ്റി ഷോ, ആദ്യത്തെ റിയാലിറ്റി ഷോയിലെ വിന്നർ ഇവിടുത്തെ സ്റ്റുഡന്റ് ആണ്. ഇൻസ്ട്രുമെന്റൽ ഫ്യൂഷൻ കേരളത്തിൽ ആരും ഇത്രയും ഇൻസ്ട്രുമെന്റ്സുകൾ ഒരേ വേദിയിൽ എങ്ങും നടത്തുന്നില്ല. ഹായ് ഹലോ, ഇറ്റ്സ് മീ അശ്വതി ഫ്രം GTV. കലയെ പ്രണയിക്കുന്നവർ എന്ന നമ്മുടെ പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡ് എത്തി നിൽക്കുന്നത് പന്തളം സംഗീത മ്യൂസിക് അക്കാദമിയിലേക്കാണ്. ഇവിടെ നമ്മോടൊപ്പം വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായി ചേരുന്നത് ശ്രീ സുരേഷ് ബാബു സാറാണ്. 35 വർഷത്തോളം കലാപാരമ്പര്യമുള്ള ഇങ്ങനെ ഒരു സ്ഥാപനം 35 വർഷത്തോളം നടത്തിക്കൊണ്ടുപോകുന്ന ഒരുപാട് കുട്ടികളെ മ്യൂസിക്കിന്റെ വേദിയിലേക്ക് അല്ലെങ്കിൽ മ്യൂസിക് എന്ന അത്ഭുത ലോകത്തേക്ക് കൈപിടിച്ചുയർത്തിയ ഇൻസ്ട്രുമെന്റ്സിനെ അടുത്തറിയിപ്പിച്ചു കൊടുത്ത നമ്മുടെ സുരേഷ് ബാബു സാറിന്റെ വിശേഷങ്ങളിലേക്കും അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങളിലേക്കും ഇൻസ്ട്രുമെന്റ്സിലേക്കും നമുക്ക് കടന്നു ചെല്ലാം. നമസ്കാരം. സംഗീത മ്യൂസിക് അക്കാദമി എത്ര വർഷമായി പന്തളം പോലൊരു ദേശത്ത് ഇങ്ങനെ ഒരു അക്കാദമി സ്റ്റാർട്ട് ചെയ്തിട്ട്? നമസ്കാരം. നമ്മുടെ ഈ സ്ഥാപനം, അതായത് സംഗീത മ്യൂസിക് അക്കാദമി തുടങ്ങിയിട്ട് ഇപ്പോൾ 35 വർഷം കഴിഞ്ഞു. എങ്ങനെയാണ് ഈ ഒരു അക്കാദമി സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരു ചിന്തയിലേക്ക് താങ്കളെ എത്തിച്ചത്, അല്ലെങ്കിൽ അതിനെ പ്രേരിപ്പിച്ച ഒരു ഘടകം അതെന്താണ് ഒന്ന് വ്യക്തമാക്കാമോ? ഞാൻ എൻ്റെ 10ാമത്തെ വയസ്സ് മുതൽ ഞാൻ പ്രോഗ്രാമിന് പോയി തുടങ്ങുന്നുണ്ടായിരുന്നു. അപ്പം വീടുകളിലൊക്കെ പോയി പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. 1989 ഇങ്ങനൊരു സംഗീത ഓർക്കസ്ട്ര എന്ന പേരിലാണ് ആദ്യം നമ്മൾ തുടങ്ങിയത്. ശേഷം അത് സംഗീത മ്യൂസിക് അക്കാദമി എന്ന പേരിൽ അറിയപ്പെട്ടു. സർ, എത്രമാത്രം കുഞ്ഞുങ്ങളാണ് ഇവിടെ നിന്ന് ഇൻസ്ട്രുമെന്റ്സും സംഗീതവും ഒക്കെ പഠിച്ചിറങ്ങിയിട്ടുള്ളത്? നമുക്ക് ഇതിന്റെ വ്യക്തമായ രേഖകൾ ഇതിലുണ്ട്. ഇത് തുടക്കം മുതലുള്ള എല്ലാ കുട്ടികളുടെയും രേഖകൾ നമുക്കുണ്ട്. ഏതാണ്ട് 30,000 കുട്ടികൾ മുഖാമുഖം പഠിപ്പിച്ച്, അതായത് ഒരു ബാച്ചായിട്ടല്ല, സിംഗിൾ ഫേസ് ടു ഫേസ് ആയിട്ട് പഠിപ്പിച്ച് 30,000-ഓളം കുട്ടികൾ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇതില് ഒരുപാട് കുട്ടികൾ വിദേശത്തൊക്കെ ഈ സംഗീതം തൊഴിലാക്കി ജീവിക്കുന്നു. നമ്മുടെ കേരളത്തിലെ റിയാലിറ്റി ഷോ, ആദ്യത്തെ റിയാലിറ്റി ഷോയിലെ വിന്നർ ഇവിടുത്തെ സ്റ്റുഡന്റ് ആണ്. പിന്നെ തുടർന്ന് നിരവധി, ഇപ്പൊ ഈ കഴിഞ്ഞ റിയാലിറ്റി ഷോയിലും നിരവധി കുട്ടികൾ ഇവിടുന്ന് നമ്മൾ വാർത്തെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ആണ് ഒരു ചാരിതാർത്ഥ്യമാണ്. ഒരു കലാപാരമ്പര്യമുള്ള കുടുംബമാണ്. സാറിന്റെ കുടുംബത്തെ കുറിച്ചൊന്ന്? എന്റെ അച്ഛൻ മൃദംഗമൊക്കെ വായിക്കുമായിരുന്നു. എന്റെ മുത്തച്ഛന്റെ കുടുംബമെല്ലാം എല്ലാവരും തന്നെ സംഗീതജ്ഞരായിരുന്നു. പിന്നെ അച്ഛന് ഒരു നാടകം കൂടിയായിരുന്നു. ക്രിസ്ത്യൻ കൊയറുകളിലൊക്കെ സാർ ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് പ്ലേ ചെയ്യാനായിട്ട് പോകാറുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഫീഡ്ബാക്ക് എന്താണ്? ഏതാണ്ട് 3000-ഓളം കൊയറുകളിൽ ഞാൻ പ്രൊഫഷണൽ കൊയറുകളിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. ട്രൂപ്പുകളിലല്ല, 3000-ഓളം പ്രോഗ്രാം. അങ്ങനെ 3000-ഓളം പ്രോഗ്രാമുകളിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. നിരവധി കൊയർ ലീഡേഴ്സിന്റെ കൂടെ ഞാൻ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ദുഃഖത്തിന്റെ പാനപാത്രം എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റൽ പ്ലേ നമുക്ക് വേണ്ടിയിട്ടൊന്ന് വയലിനിൽ ഒന്ന് വായിച്ച് കേൾപ്പിക്കാമോ? തീർച്ചയായിട്ടും. സർ, ഇത്രയും അധികം ഇൻസ്ട്രുമെന്റ്സ് ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ ഇത് ഇന്നത്തെ തലമുറയ്ക്ക് പലർക്കും പരിചയമില്ലാത്ത ഇൻസ്ട്രുമെന്റ്സ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതിൽ ഓരോന്നും കാണിച്ചു തന്നിട്ട് എന്താണ് എന്നുള്ളതൊന്ന് വ്യക്തമാക്കി തരാമോ? പുതുതലമുറയ്ക്ക് പരിചയമില്ലാത്ത ഇൻസ്ട്രുമെന്റ്സ് ആണ് ഇതിൽ അധികവും. തീർച്ചയായും. ഏതാണ്ട് 100-ൽ പരം വ്യത്യസ്തമായ ഇൻസ്ട്രുമെന്റ്സുകൾ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ പ്രൊസസ് ചെയ്തിട്ടുണ്ട് സ്ഥാപനം. ഇത് സാക്സഫോൺ എന്ന് പറയും. എല്ലാ പാട്ടുകളും ഈ പറഞ്ഞ എല്ലാ ഇൻസ്ട്രുമെന്റുകളിലും വായിക്കാൻ പറ്റുന്നതാണ്. സാക്സോഫോൺ എന്ന് പറയുന്ന ഈ ഒരു ഉപകരണം ഞങ്ങളുടെ തലമുറയൊക്കെ ഇത് സിനിമയില് അല്ലെങ്കിൽ അത്തരത്തിലൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾക്ക് പരിചയമുള്ളത്. അപ്പോ ഇതിപ്പോ ഇങ്ങനെ ഒരു സ്ഥാപനത്തില് ഇത് പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. ഇത്രയും ഇൻസ്ട്രുമെന്റ്സ് വെച്ച് ഈ ഒരു സ്ഥാപനം ഇത്രയും കുട്ടികളെ പഠിപ്പിച്ചിറക്കിയെങ്കിൽ അതുല്യനായ ഒരു പ്രതിഭയ്ക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. സാർ, ഈ എല്ലാ ഇൻസ്ട്രുമെന്റ്സും സാർ പ്ലേ ചെയ്യുന്നതാണോ? ഇവിടെ ഇരിക്കുന്ന എല്ലാ ഇൻസ്ട്രുമെന്റ്സുകളും ഞാൻ പ്ലേ ചെയ്യുന്നുണ്ട്. ഇത് നിരന്തരമായ
പരിശീലനത്തോടെയും ദിവസം തോറും ഏതാണ്ട് 12 മണിക്കൂർ ഞാൻ ഇതിനു വേണ്ടി ചിലവഴിക്കുന്നുണ്ട്. മ്യൂസിക്കിലാണ് എൻ്റെ ജീവിതം. സർ, ഇതെന്ത് വർണ്ണമാണ്? ഡിഫറെന്റ് സൗണ്ട് ആയിട്ട് തോന്നിയിലേക്ക് ഒരു മഴയുടെ പോലെയൊക്കെ ഒരു ശബ്ദം പോലെ തോന്നി, റിലാക്സിങ് ആയിട്ടുള്ള. ഇത് എന്താണെന്നൊന്ന് പരിചയപ്പെടുത്താമോ? ഇത് ബാമ്പു ആണ്. അപ്പം ഇത് റെയിൻ, നമ്മുടെ മഴയുടെ പ്രതീതി ഉളവാക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. കേട്ടോ സൗണ്ട്? ഒരു മഴ, മൈൻഡ് ഭയങ്കര റിലാക്സിങ് ആയിട്ടുള്ള ഒരു സൗണ്ട് പോലെ. അതെ അതെ, ഒരു മഴ. ഇതിനോട് അനുബന്ധിച്ച് മറ്റൊരു ഉപകരണമുണ്ട്, നമുക്കൊന്ന് നോക്കിയാൽ. ഇതാണ്, ഇത് തണ്ടർ മേക്കറാണ്. അത് ഇടിമുഴക്കത്തിന്റെ സൗണ്ട്. വളരെയേറെ ഭാവാത്മകമായ സംഗീതം പഠിക്കുന്ന സാരംഗി എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെന്റാണ്. ഇത് ബോ വെച്ചാണ് വായിക്കുന്നത്. നമ്മുടെ വയലിൻ്റെ ഒക്കെ ബോ പോലത്തെ ആ ബോ വെച്ചാണ് വായിക്കുന്നത്. ഇതൊരു പെർക്കഷൻ ഇൻസ്ട്രുമെന്റ് ആണ്, അതായത് താളവാദ്യമാണ്. ഇത് ട്രയാങ്കിൾ എന്ന് പറയും. ഇതിന്റെ വ്യത്യസ്ത തലങ്ങളിൽ വ്യത്യസ്തമായ ടോണാണ്, പിച്ചാണ്. അങ്ങനെ വ്യത്യസ്തമായ ഒരു പിച്ച്ഡ് ഇൻസ്ട്രുമെന്റ് ആണ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. നമ്മുടെ സോപാന സംഗീതത്തിന് ഉപയോഗിക്കുന്ന ഇടയ്ക്ക ഉപകരണം. അതെ, അതിനെ ഒന്ന് പരിചയപ്പെടുത്താതെ. ഇത് നമുക്ക് താളവാദ്യമായിട്ട് ഉപയോഗിക്കാം, ലീഡ് വാദ്യമായിട്ടും നമുക്ക് ഇതിനെ ഉപയോഗപ്പെടുത്താം. ഒരു ലീഡ് വാദ്യമായിട്ട് ഉപയോഗപ്പെടുത്തുവാണെങ്കിൽ അമ്പലപ്പുഴ ഉണ്ണി കണ്ണനോട് നീ എന്ന് തുടങ്ങുന്ന ഒരു ഗാനം ട്രൈ ചെയ്യുകയാണ്. ഈ ഇൻസ്ട്രുമെന്റിന്റെ പേര് എസ് രാജ് എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെന്റ് ആണ്. ഇതൊരു വയലിന്റെ രീതിയിൽ ബോ ഇട്ട് വായിക്കുന്നതാണ്, ബോ വെച്ച് വായിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. ഇത് നമ്മൾ മാൻഡലിൻ എന്ന് പറയും, മാൻഡലിൻ. അപ്പൊ ഇതിൽ 8 സ്ട്രിങ് ആണുള്ളത്. ഒരേപോലെ ഓരോ ജോഡിയായിട്ട് ഇരിക്കുന്നത്. ഓരോ ജോഡിയും ഒരേ പിച്ചിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഒരു റെസൊണൻസ് ഉണ്ട്. ഇത് കേൾക്കുമ്പോൾ ഒരു ഹാർമണിക്കായിട്ട് ഒരു നല്ല ഹാർമണി ഫീൽ ചെയ്യും. അതാണ് ഇതിന്റെ ഒരു മഹത്വം. നമുക്ക് ഈ ഒരു ബ്രാഞ്ച് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഇവിടെ അക്കാഡമിക്കായിട്ട് ഉള്ള ഈ സ്ഥാപനത്തിനെ പറയുന്ന പേര് സംഗീത മ്യൂസിക് അക്കാഡമി എന്നാണ്. നമുക്ക് ഗാനമേള ട്രൂപ്പുണ്ട്, അതിൻ്റെ പേര് സംഗീത ഓർക്കസ്ട്ര എന്നാണ്. അതേപോലെ തന്നെ നമ്മളെ ഇൻസ്ട്രുമെന്റൽ ഫ്യൂഷൻ, അതായത് ഇന്ന് കേരളത്തിൽ ആരും ഇത്ര ഇൻസ്ട്രുമെന്റ്സുകൾ ഒരേ വേദിയിൽ എങ്ങും നടത്തുന്നില്ല, ഒരാൾ തന്നെ. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു നമ്മുടെ ട്രൂപ്പിന്റെ പേര് ടോൺ സ്റ്റാർ എന്നാണ്. ഇന്നത്തെ കാലത്ത് ഇത്രയും അധികം ഇൻസ്ട്രുമെന്റ്സ് ഒരുമിച്ച് പ്ലേ ചെയ്യുക, ആ അറിവ് മറ്റുള്ള കുട്ടികളിലേക്ക് പകരുക, അങ്ങനെ ഒരു പുതുതലമുറയെ വാർത്തെടുക്കുക എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. 35 വർഷത്തെ കലാപാരമ്പര്യമുള്ള ഒരു സ്ഥാപനമാണിത്. ഇത്രയും നേരം നമ്മളുമായി സ്പെൻഡ് ചെയ്ത് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് ഇത്രയധികം ഇൻസ്ട്രുമെന്റ്സ് നമുക്ക് GTV പ്രേക്ഷകർക്ക് വേണ്ടി അവതരിപ്പിച്ച, അല്ലെങ്കിൽ അതെല്ലാം പരിചയപ്പെടുത്തി തന്ന ഡോക്ടർ ശ്രീ സുരേഷ് ബാബു സാറിന് എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ഇറ്റ്സ് മീ അശ്വതി ഫ്രം GTV. Stay tuned for more updates and videos. Thank you.